ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം അജു ആൻഡ് വെൽക്കം ടു മല്ലൂറിക്ക ഫാമിംഗ് ലൈഫ് ഇൻ അനദർ വേൾഡ് എപ്പിസോഡ് 8. ഇതിന്റെ മുമ്പത്തെ എപ്പിസോഡിൽ ഞാൻ പ്ലാൻ ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് അതിലൂടെ കാണാവുന്നതാണ്. അപ്പം എങ്ങനെയാ തുടങ്ങല്ലേ? കഥയുടെ തുടക്കത്തിൽ തന്നെ ഹാവിൻ വില്ലേജിൽ നിന്നും വന്നവർക്ക് വേണ്ടി നമ്മുടെ ഹീറോ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ മെയ്ഡിനോട് പറയുകയും ഇത് കേട്ട ഇവർ തങ്ങളെ ഇവിടെ അടിമകളായിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത് പേടിച്ചവർ ഇപ്പോൾ സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. അവരവിടെ ഒരു കുഴപ്പവുമില്ല. ബട്ട് സാബുട്ടാനെയും കുറോയും കണ്ടപ്പോൾ അവർ പേടിച്ചിരുന്നു. സ്വാഭാവികം. അടുത്ത ദിവസം ഈ 3 പിള്ളേരും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരുത്തൻ താഴെ വീഴാൻ പോകുമ്പോൾ സേന അവളുടെ മാജിക് ഉപയോഗിച്ച് അവനെ രക്ഷിക്കുന്നത് കണ്ട ഹീറോ ഷോക്കായി. നിനക്കും മാജിക് ഉപയോഗിക്കാൻ അറിയും? ഇപ്പോൾ ഇവിടെ മാജിക് അറിയാത്ത ഒരാൾ ഞാൻ മാത്രമാണല്ലേ? ഇത് കേട്ട ടിയ ഒന്ന് ആലോചിച്ചിട്ട് എല്ലാ ഏഞ്ചൽസിനും അറിയാം, എല്ലാ ഹൈ എൽഫിനും അറിയാം, ഞങ്ങൾക്ക് ഫയർ ആൻഡ് വാട്ടർ മാജിക്കും അറിയാം, ഞങ്ങൾക്ക് വാട്ടർ മാജിക് അറിയാം. ഇത് കേട്ട സാബുട്ടാൻ ഫയർ മാജിക്കും കുറോയും തേനീച്ചയും അവരുടെ മാജിക്കും കാണിക്കുമ്പോൾ ഇത് എല്ലാം കണ്ട ഹീറോയ്ക്ക് വളരെ ഷോക്കാവുന്നു. അതിനിടയിൽ എവിടുന്നോ വന്ന സ്ലൈം ഫയർ മാജിക് കാണിച്ചതും ഹീറോ ഇല്ലാതെയായി. ഇത് കണ്ട സേന ചീഫ്, ഇത് കണ്ട് വിഷമിക്കരുത്, ഈ കുട്ടികൾക്കൊന്നും മാജിക് അറിയില്ല, കിട്ടാത്ത കാര്യത്തിൽ വിഷമിച്ചിട്ട് കാര്യമില്ല, എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യാൻ നോക്കാം. പെട്ടെന്നാണ് ഒരു എർത്ത് പോലെ ഒരു ശബ്ദം വന്നത്. ഇതെന്താണെന്ന് നോക്കുന്നത് ഒരു ഏഞ്ചൽ വന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ചീഫ്, ഒരു പാമ്പും കരടിയും കൂടി കാട്ടിൽ ഫൈറ്റ് ചെയ്യുന്നു. എന്ത്? ഒരു പാമ്പും കരടിയും ഫൈറ്റ് ചെയ്യുന്നതിനാണോ ഇത്ര പ്രശ്നം ഉണ്ടാക്കുന്നത്? അതെ ചീഫ്, അവർ വലിയതും പവർഫുള്ളും ആണ്. ഈ ഫൈറ്റ് ഇങ്ങനെ തുടർന്നാൽ കാട് തന്നെ ഇല്ലാതാകും. ബട്ട് അതുപോലെ തന്നെ പ്ലാൻ ഇല്ലാതെ പോയാൽ നമ്മൾ ബലിയാടാവും എന്ന് ഏഞ്ചൽ പറയുന്നതും അതും ശരിയാണ്. ഹേയ്, ഈ മൃഗങ്ങളെ കഴിക്കാൻ പറ്റൂ. ഇത് കേട്ട ഏഞ്ചൽ സെക്കൻഡ് ഷോക്കായതും പിന്നീട് ഏഞ്ചലും ഹീറോയും ആകാശത്തൂടെ വരുന്നതും ഹീറോ തന്നെ ഷോക്കായി. കാരണം അത് വലിയ മൃഗങ്ങൾ തന്നെയായിരുന്നു. ഇതെന്താ ഇവ രണ്ടും ഇത്ര വലുത്? ഓക്കെ, എന്തായാലും വാ, രണ്ടിലൊന്നും നോക്കാം. നമുക്ക് ഹെൽപ്പിന് ആളെ കൂട്ടിയാലോ? ഇത് കേട്ട ഹീറോ അതൊന്നും വേണ്ട, നീ എന്നെ അവരുടെ അടുത്തേക്ക് കൊണ്ടുവിട്. ഇത് കേട്ട ഏഞ്ചൽ ഒന്ന് ഷോക്കായെങ്കിലും നേരെ ഫൈറ്റിനടുത്ത് കൊണ്ടുവന്നതും ഹീറോ തന്റെ ഓൾമൈറ്റി ടൂളിനെ ഒരു ആയുധമാക്കി ഒരൊറ്റ ഏറ് പാമ്പും കരടിയെയും കാര്യം തീരുമാനമായി. പിന്നെന്ത് നോക്കാൻ, എല്ലാവരും കൂടി കരടിയെയും പാമ്പിനെയും വലിച്ചു കൊണ്ടുപോകുമ്പോൾ ഇത് കണ്ട കുറോയും ഏഞ്ചൽസും എല്ലാം മണ്ടറടിച്ചു നിൽക്കുന്നു. അതെ, നിനക്ക് തോന്നുന്നുണ്ടോ ഇതുപോലെ ഒറ്റയടിക്ക് കൊല്ലാൻ പറ്റുമെന്ന്? അവിടെ നിന്ന് നമ്മുടെ ചീഫ് വേറെ ലെവലാണ്. ഇത് കാണാൻ തന്നെ വലുതാണ്. ഇതിനെന്താ ചെയ്യാൻ പോകുന്നത് എന്ന് ഹീറോയോട് ചോദിച്ചതും ഹീറോ കരടിയെ വെട്ടി ചെറിയ കഷ്ണങ്ങളാക്കി കുറച്ച് വൈൻ ചേർത്ത് കുക്കിംഗ് ചെയ്തതും എല്ലാവരും ഇത് കണ്ട് നോക്കി നിന്നു. കാരണം ഹീറോ വൈൻ ചേർത്തതിലാണ് അവർക്കെല്ലാം വിഷമം. പിന്നീട് പാമ്പിനെ അടിച്ച് പൊരിച്ചു കഴിച്ചതും എല്ലാവർക്കും വളരെ സന്തോഷമായി. ഹീറോ ഫ്ലോറയുടെ ലാബിൽ വന്ന് അവരോട് ആന്റി ബാക്ടീരിയ ഉണ്ടോ എന്ന് ചോദിച്ചതും താൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് കേൾക്കുന്നതെന്ന ഭാവത്തിൽ ഫ്ലോറ അതെന്താണെന്ന് ചോദിച്ചതും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, എനിക്ക് പുതിയ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയാണ്. നിന്റെ മൈക്രോ ഓർഗാനിസത്തിന്റെ കൊല്ലാൻ എന്തെങ്കിലും ഇരിപ്പുണ്ടോ? ഓ, എന്റെ അടുത്ത് ഒന്നുണ്ട്, ഇത് ട്രൈ ചെയ്ത് നോക്ക്. ഇതെടുത്താൽ അതിരുന്ന സ്ഥലം പോലും ഇല്ലാതെയാവും. അമ്മോ, അത്ര വലുതൊന്നും വേണ്ട, നോർമൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? എന്നാൽ ഇതൊന്ന് നോക്ക്, ഇത് ഫുഡിൽ ചേർക്കുന്നത് നല്ലതാണ്. താങ്ക്സ് ഫ്ലോറ, ഇത് മതിയാവും. നോ പ്രോബ്ലം ചീഫ്. ഓക്കെ, എങ്ങനെ പോകുന്നു നിന്റെ മീസോ പ്രൊഡക്ഷൻ? അതെന്ത് പറയാനാ ചീഫ്, നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാം ചെയ്തു, എന്നാൽ ഒന്നും നടന്നില്ല. പിന്നെ ചെറുതായിട്ടൊന്നും എന്റെ ലാബ് പൊട്ടിത്തെറിച്ചു. ഫ്ലോറ, കുഴപ്പമില്ല, നമുക്കൊന്നും കൂടി നോക്കാം. താങ്ക്സ് ചീഫ്. അടുത്ത പ്രാവശ്യം കുറച്ച് നശിപ്പിക്കാൻ ശ്രമിക്കും. അടുത്ത ദിവസം ഹീറോ മുട്ടയെടുത്ത് ഫ്ലോറയുടെ ലാബിൽ വന്നത് അവൾക്ക് എങ്ങനെ മയോണൈസ് തയ്യാറാക്കുമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. ആദ്യം മുട്ടയുടച്ച് കലക്കി പിന്നീട് ഉപ്പ് ചേർത്ത് വിനാഗിരി ചേർത്ത് നന്നായി കലക്കി എടുത്താൽ മയോണൈസ് റെഡി. ഇത് നമുക്ക് വറുത്ത ഫുഡിൽ വെച്ച് കഴിച്ചാൽ സൂപ്പർ ആവും. ശരി, ഇനി മീസോ ഉണ്ടാക്കാൻ പഠിക്കാം. ആദ്യം സോയാബീൻ ചൂടാക്കണം, പിന്നീട് അത് പൊടിച്ച് എടുക്കണം, എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് ഒരു ബാരലിൽ അടച്ചു വെച്ചാൽ മീസോ റെഡി. ഓൾസോ ഇത് സെറ്റ് ആകാൻ കുറച്ച് മാസങ്ങൾ എടുക്കും. ഓ, ഇതിന് ഇത്രയും ദിവസങ്ങൾ എടുക്കും? യാ, ബട്ട് എത്ര നാൾ ഇരിക്കുന്നുവോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. ഓ, നിങ്ങൾ എവിടെയാണോ എന്ന് ലുലു പറയുന്നതും നിനക്ക് വിസിറ്റേഴ്സ് ഉണ്ട് ഹിറാക്കു. വിസിറ്റേഴ്സോ? എനിക്കോ? ആരാണാവോ? വന്നവർ ഡോർഫ് ഗ്രൂപ്പിൽ ഉൾപ്പെട്ടവരായിരുന്നു. ഒരു തലവന്റെ പേര് ഡാവൻ. ഞങ്ങൾ എൽഡർ ഡോർഫ് ആണ്. നിങ്ങളുടെ കയ്യിൽ ഹൈ ക്വാളിറ്റി ഉണ്ടെന്നറിഞ്ഞ് വന്നതാണ്. ഞങ്ങൾക്കത് ഷെയർ ചെയ്യാൻ കഴിയും. ഓ, നിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ വൈനെ കുറിച്ചാണോ? തീർച്ചയായും എന്ന് പറയാൻ വന്നു ടിയ ഇടയിൽ കയറി. ചീഫ്, അതൊന്നും കൊടുക്കാൻ പറ്റില്ല. അതെ, നമ്മുടെ വൈൻ അത്രയ്ക്ക് വിലപ്പെട്ടതാണ്. ബട്ട് അവർ നമ്മുടെ വിരുന്നുകാരല്ലേ? ഓ സോറി, ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, ബട്ട് ഞങ്ങളുടെ കയ്യിൽ ഒരു ടെക്നോളജി ഉണ്ട്. എന്ത്? ഞങ്ങളുടെ ലൈഫ് തന്നെ ആൽക്കഹോൾ പ്രൊഡക്ഷന് വേണ്ടിയാണ് ചെലവഴിച്ചത്. അതുപോലെ ഞങ്ങൾക്കിവിടെ നല്ല ക്രോപ്സും ഉണ്ട്. അവ ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ നല്ല ഹൈ ലെവൽ ആൽക്കഹോൾ തിരിച്ചു നൽകാം. എന്തു പറയുന്നു? നിങ്ങൾക്ക് മതിമറന്ന് കുടിക്കണ്ടേ? ഇത് കേൾക്കേണ്ട താമസം എല്ലാ ഗേൾസും ഹാപ്പിയായി. നേരത്തെ അടുത്ത സെക്കൻഡ് തൊട്ട് ഒരു ആൽക്കഹോൾ പ്രൊഡക്ഷന്റെ പണി തുടങ്ങി. വാറ്റ് പരിപാടി പിന്നെ എല്ലാവർക്കും അറിയാലോ. ഇതാണ് ഹാർഡ് വിസ്കി. ഹീറോ ഇതെടുത്ത് കുടിച്ചു നോക്കിയിട്ട് ഇത് ഒടുക്കത്തെ സ്ട്രോങ് ആണ്,
യെസ്, ഇത് കുറച്ചുനാൾ കൂടി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് ഡോർഫ് പറയുന്നതും പിന്നീട് അവർ അവിടെ തന്നെ കൂടി. രാത്രി ഹീറോ എല്ലാവരെയും വിളിച്ചു ചേർത്ത് പുതിയ ആൽക്കഹോൾ ഉണ്ടാക്കിയതിന്റെയും ബീസ്റ്റ് പീപ്പിൾ ആൻഡ് ഡോർഫ് പീപ്പിൾ വന്നതിന്റെയും പാർട്ടി ആരംഭിച്ചു. ഇത് കേൾക്കേണ്ട താമസം എല്ലാവരും മുഴുകുടിയന്മാരായി തീർന്നു. ടിയ വിസ്കിയുടെ മണം നല്ലതാണെന്ന് പറയുന്നു. ലുലു മയോണൈസിലെ രുചി നല്ലതാണെന്ന് പറയുന്നു. ഇതിനിടയിൽ നമ്മുടെ ഡ്രാഗണാശാൻ കുമ്മനടിച്ച് അവിടെ വന്ന് ഫുൾ കുടിച്ചു തീർക്കുന്നത്. ഇയാളപ്പോൾ ഇതിനുള്ളിൽ വന്നത് കുഴപ്പമൊന്നുമില്ല, ബട്ട് എപ്പോ വന്നാലും ഓവറായിട്ടാണ് കുടിച്ചു തീർക്കുന്നത്. ലുലു കംപ്ലൈന്റ് പറയുന്നത് അസിസ്റ്റന്റ് പോയി പെട്ടെന്ന് തന്നെ വന്ന് ആളെ പിടിച്ചു കെട്ടി എടുത്തുകൊണ്ടുപോയി. മറ്റൊരിടത്ത് ഹീറോന്റെ അടുത്ത് വന്ന ഡോർഫ്, ഞങ്ങളെ ഇവിടെ താമസിച്ചതിൽ വളരെ നന്ദിയുണ്ട്, അതൊന്നും കുഴപ്പമില്ല, നിങ്ങളിവിടെ ഉള്ളത് നല്ലതാണ് എന്ന് ഹീറോ പറയുന്നതും ഹീറോന്റെ മനസ്സിൽ അങ്ങനെ ഒരു വിധത്തിൽ ഇവിടെ മെയിൽസ് കൂടി വന്നു. ശരി, നിങ്ങൾക്ക് എങ്ങനെയുള്ള ഗേൾസിനെയാണ് ഇഷ്ടം എന്ന് ഇവരോട് ചോദിച്ചതും ഇവരെല്ലാം സുന്ദരിയാണ്, ബട്ട് എനിക്ക് താടിയും മീശയുമുള്ള ഗേൾസിനെയാണ് ഇഷ്ടമെന്ന് ഡോർഫ് പറഞ്ഞതും ഹീറോയ്ക്ക് ഷോക്കായി. അടുത്ത ദിവസം ഹീറോ തന്റെ ജോലി നോക്കുന്നു. പെട്ടെന്നൊരു ഡ്രാഗൺ പറന്നു വരുന്നത് കണ്ട് ആ ഡ്രാഗൺ ഫ്രണ്ട്ലി ആയിട്ട് തോന്നുന്നില്ല, വില്ലേജ് അറ്റാക്ക് ചെയ്യാൻ വരുന്നതാണ് എന്നുറപ്പിച്ച ഹീറോ തന്റെ ടൂൾസിനെ ഒരു ആയുധമാക്കി മാറ്റി. ഇത് നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന മുമ്പ് ഞാൻ അറ്റാക്ക് ചെയ്താലോ എന്ന് ആലോചിക്കുന്നതും പെട്ടെന്ന് ഡ്രൈം അവിടേക്ക് വന്ന് ആ ഡ്രാഗനെ തടയുന്നു. മറ്റൊരു ഡ്രാഗൻ വളരെ വേഗത്തിൽ അവിടേക്ക് വരുന്നത് കണ്ട ഹീറോ തന്റെ ആയുധം അതിനെ നോക്കി എറിയുന്നതും ജസ്റ്റ് മിസ്സിൽ രക്ഷപ്പെടുന്നു. മിസ്സായി, അടുത്തത് നീ രക്ഷപ്പെടില്ലെന്നും പറഞ്ഞ് രണ്ടാമത് എറിയാൻ നോക്കിയതും അസിസ്റ്റന്റ് ബോയ് വന്ന് ഹീറോയെ തടയുന്നു. ഒന്നും ചെയ്യരുത്, അത് നമ്മുടെ ശത്രുക്കളല്ല, അത് ഡ്രൈമന്റെ മകളും ഭാര്യയുമാണെന്ന് പറയുന്നത് കേട്ട് ഡ്രൈമൻ തങ്ങളോട് ക്ഷമിക്കണമെന്ന് പറയുന്നു. ഇത് കേട്ട ഹീറോ, ശരി, ഇവർ രണ്ടും വില്ലേജ് അറ്റാക്ക് ചെയ്യാൻ വന്നതെന്ന് ചോദിച്ചതും ഇവളുടെ മകളാണ് ഉത്തരം പറയുന്നത്. കാരണം അച്ഛനെപ്പോഴും രാത്രിയായാൽ കോട്ടയിൽ നിന്നും പുറത്തു പോകും, അതും എല്ലാ സാധനങ്ങളുമായി. അത് കണ്ട ഡ്രൈമന്റെ ഭാര്യ തന്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയെ സെറ്റാക്കിയെന്ന് തെറ്റിദ്ധരിച്ചാണ് ഇവിടേക്ക് വന്നത്. ഇത് കേട്ട ഡ്രൈമൻ, നിങ്ങളെന്താ ഇങ്ങനെ വേണ്ടാത്തൊക്കെ ആലോചിക്കുന്നത്? പിന്നെ കൊട്ടാരത്തെ സാധനങ്ങൾ രാത്രി കൊണ്ടുപോയി രാവിലെ തിരിച്ചു വന്നവരെ വേറെന്താ പറയേണ്ടത്? അത് പിന്നെ ഞാൻ ഈ വില്ലേജിൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ കൊണ്ടുവന്നതാണ്. ഇത് കേട്ട് അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ തന്നെ, ഒരു മിനിറ്റ്, നിങ്ങൾ പറയുന്ന പോലെ എനിക്ക് വേറൊരാളുമായി ഒരു ചുറ്റിക്കളിയും ഇല്ല എന്ന് ഡ്രൈമൻ പറയുമ്പോഴാണ് ഇവർ രണ്ടുപേരും സമാധാനമാവുന്നത്. ഇത് കണ്ട ഹീറോ, സോറി, നിങ്ങൾ ആരാണെന്ന് അറിയാതെയാണ് ഞാൻ അറ്റാക്ക് ചെയ്യാൻ വന്നത്, എന്നോട് ക്ഷമിക്കണം. ഇല്ല, ശരിക്കും ഞങ്ങളാണ് നിങ്ങളോട് സോറി പറയേണ്ടത് എന്ന് ഡ്രൈമൻ പറയുന്നതും ഇവർ രണ്ടുപേരും തന്റെ തെറ്റ് ഏറ്റു പറയുന്നു. ഹീറോ ഇതിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞ് പോവാൻ തുടങ്ങുന്നതും ഡ്രൈമൻ തന്റെ ഭാര്യയോട്, നീ കണ്ടില്ലേ ഞാൻ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന്? ഈ വില്ലേജുമായി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നത് നമ്മുടെ മെയിൻ ഗോളാണ്. ഇവർക്ക് ആൾബലമില്ല, ബട്ട് ഇവരെല്ലാം തന്നെ നമ്മളെ എതിർത്താൽ നമ്മൾ തന്നെ ഉണ്ടാവില്ല. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല